എന്താ ഇതൊക്കെ ഞാൻ മാത്രമേ കേട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒരു അണ്ണാന്നൊരു സ്നേഹത്തോടെ ഉള്ളൊരു വിളി വരുന്നുണ്ട്. ഞാൻ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും. എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് അമ്മക്കൊക്കെ ഇഷ്ടമുള്ളത്. ഞാനിപ്പോൾ എന്താണ് അത് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നത് കേട്ടിട്ടുണ്ട്. വാൽമേൽ പോവോ? അതാണ് ഞാൻ പേടിച്ചു പോയി. ഞാൻ വെച്ച ആരും പോകുമ്പോഴാ നിൽക്കുകയാണ്. അത് പാടിത്തരും. അതിൻ്റെ പാട്ടല്ലേ പാടിത്തരും, ഉറപ്പായിട്ട് പാടിത്തരും. അത് പ്രത്യേകിച്ച് നമ്മുടെ എം ജി അണ്ണാച്ചിയുടെ പാട്ടല്ലേ പാടിത്തരും. അല്ല, അതിനു മുമ്പ് ഞാൻ പാടിത്തരും. എനിക്കൊരു ആഗ്രഹം. जब दीप जले जब शाम ढले जब दीप जले जब शाम ढले संगीत मिलन भूल न जाना मेरा प्यार बिसरा जब दीप जले जब शाम ढले डगर उठारूंगा तेरी राह निहारूंगा मैं पलकन डगर उठारूंगा तेरी राह निहारूंगा मेरे प्रीत का काजल तू अपने जब दीप जले जब शाम ढले सांझ सवेरे मिलते हैं सांझ सवेरे मिलते हैं उन्हें देख के तारे गिरते हैं मेरे जब शाम ढले संगीत मिलन का भूल न जाना मेरा प्यार
बिसराना जब दीप जले जब शाम भजे हम गणपति भजे हम वारणस्यं वरप्रदं श्रीवारणस्यं वरप्रदं श्रीवारणस्यं वरप्रदं श्रीवारणगणपतिं भजे ഇത് ഈ ഒരു രാഗത്തിൽ നിന്ന് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ എൻ്റെ ഒരു പാട്ട് ക്ഷണക്കത്ത് എന്ന ഫിലിം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പ്രായമാണ്, രക്തത്തുടിപ്പുള്ള 19 വയസ്സാണ്. അപ്പം എനിക്ക് കുറേ സന്തോഷം. ഞാൻ ഇതിൻ്റെ ഡയറക്ടർ ടി കെ രാജീവ് കുമാറിനോട് ആദ്യം നന്ദി പറയാണ്. രാജീവേട്ടനോട് കാര്യം ഓരോ പാട്ടും നമ്മൾ ചെയ്ത് അതൊരു ഡയറക്ടർ ഓക്കെ പറയാണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തില്ല. കാരണം അദ്ദേഹമാണ് ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പോലെ ഡയറക്ടറും പ്രൊഡ്യൂസറും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഡയറക്ടർ ട്യൂൺസൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് വേണ്ട എന്ന് പറയുന്ന ഒരു പാട്ടും ഇപ്പം ഞാൻ ചെയ്ത പാട്ട് തുടരല്ല, എൻ്റെ പാട്ടുകളൊന്നും പുറത്ത് വരത്തില്ലായിരുന്നു. അപ്പോൾ നല്ല പാട്ടുകളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ടേഴ്സിനോട് പ്രത്യേക സ്നേഹവും നന്ദിയും ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ക്ഷണക്കത്തെന്നുള്ള സിനിമ ചെയ്യുന്നതിന് മുമ്പ് സംസാരത്തിന് ഇത്ര ധൃതി വേണ്ട, എനിക്ക് കുറച്ച് വെള്ളം തരുവാനും. ക്ഷണക്കത്ത് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ നവോദയ ക്രിസ്ത്യനെ ഒന്ന് വെള്ളം എടുത്തായിരുന്നു. പക്ഷേ അത്ര നല്ലവനായോ പെട്ടെന്ന് ഇല്ല. ഞാൻ നവോദയക്കൊരു ഫിലിം കമ്പോസിങ് വന്നു, കമ്പോസിങ് കഴിഞ്ഞു. അവിടെ ഒരു കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ട്യൂൺ പാടുമ്പോൾ ഒരു 45 പേരുണ്ടാവും, പല തലങ്ങളിലുണ്ടാവും. അവിടെ എല്ലാവരും ഇപ്പോൾ പശുവിനെ കറക്കാൻ വരുന്ന ആൾ കാണും, അവിടെ കാർ ഓടിക്കുന്നവർ, അങ്ങനെയുള്ള എല്ലാവരും ഇരുത്തിട്ട് അവരെല്ലാം പല മ്യൂസിക് ടേസ്റ്റുള്ള മനുഷ്യരായിരിക്കും, അറിയാമല്ലോ. എല്ലാവരും ചെമാക്കുടി സാറൊന്നും അല്ലല്ലോ. ഇപ്പം ഇവരുടെ മുമ്പിലാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ ഈ 45 പേരിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് കൈ ചൊറിയാനായിട്ട് കൈ പൊക്കിയാണ് നമ്മുടെ അടുത്ത് പാടാം. വേണ്ട ചേർത്ത് അദ്ദേഹത്തിന് ആ പാട്ട് ഇഷ്ടപ്പെട്ടത് നമുക്ക് വേറെ പിടിക്കാൻ അത്ര ക്രൂരമായിരുന്നു ആ കമ്പോസിങ്. അപ്പം ഞങ്ങളൊരു ട്യൂൺ പാടുന്നതിന് മുമ്പ് ദൈവമേ ആർക്കും കഷ്ടം ചൊറിയാനൊന്നും തോന്നണ്ട ദൈവമേ എന്ന് വിചാരിച്ചിട്ടാണ് പാടുന്നത്. കാരണം നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എൻ്റെ കൂടെ കൈതപ്രാമാചയമുണ്ട്. അപ്പം നമ്മളെഴുതുന്ന ട്യൂണൊക്കെ അദ്ദേഹം ലിറിക്കെഴുതി ലിറിക്കോടെ പ്രസൻറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ടും ദുരിതപ്പെട്ടൊക്കെ ഒരു 5 പാട്ട് ചെയ്തു. ഇത് റെക്കോർഡിങ്ങിൻ്റെ ആ സമയത്താണ് ഇതേ സിമിലർ സിറ്റുവേഷൻ, സിമിലർ സ്റ്റോറി ലൈൻ, ഒരു സിമിലാരിറ്റി ഉള്ള വേറൊരു ഫിലിം തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ വല്ലാണ്ട് വിഷമായിപ്പോയി. ഞാൻ ആദ്യമായിട്ട് ഈ ആക്രാന്തം പിടിച്ച് ചെയ്യുന്നത്, എനിക്കിപ്പോഴും ആക്രാന്തം കേട്ടോ മ്യൂസിക് ചെയ്യുന്നത്. എന്നാൽ എൻ്റെ ഫസ്റ്റ് പടം പോലെ തന്നെയാണ് ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത ഫിലിം. അപ്പം അതങ്ങനെ ഒരു ആ പാഷൻ എപ്പോൾ തീരുന്നു അപ്പം തീരുമല്ലേ പ്രകാശം, അതേ ഉള്ളൂ. അപ്പം അത് നടക്കാതെ പോലെ നമ്മുടെ കൈതപ്രണാജി കോട്ടയത്തിനെ കുറിച്ചാണ് കാലിക്കറ്റിൽ നിന്ന് വിളിച്ച് അദ്ദേഹം കരയുന്നു, ഞാനും കരയുന്നു. അത്രയും കഷ്ടപ്പെട്ടല്ല ശ്രദ്ധയിൽ നടക്കാതെ പോയിരുന്നു. പിന്നെ ഏകദേശം ഒരു 1.5-2 വർഷം ആയപ്പോഴാണ് അതേ ഡയറക്ടറിൻ്റെ ഫിലിം ടി കെ രാജീവ് കുമാറിൻ്റെ
ക്ഷണക്കത്ത് വരുന്നതും ഇതിൽ ചെയ്ത 2 പാട്ട് അതിലേക്ക് എടുത്തു ഞാൻ. അത് ഏകദേശം സിറ്റുവേഷൻ സിമിലർ ആയതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന ആകാശദീപം എന്നും ഉണരുമിടമായോ എന്നത് ആ ഒരു ഫിലിമിന് വേണ്ടി ചെയ്ത പാട്ടാണ്. അതുപോലെ ആരാഗം എന്നുള്ള പാട്ടും ആ ഫിലിമിന് ചെയ്തതാണ്. അപ്പം അതിങ്ങോട്ട് എടുത്തു നമ്മൾ. അപ്പോൾ എൻ്റെ തുടക്ക ചിത്രം ഒരു ലെവലിൽ സല്ലാപം കവിതയായി. അതായിരുന്നു ആദ്യം റെക്കോർഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മളൊരു ചരണം പാടി കുറച്ചൊക്കെ പാടാൻ നിങ്ങളൊക്കെ സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. കഷ്ടപ്പെട്ട് ഒരു ഉടുപ്പൊക്കെ പുതിയത് മേടിച്ചിട്ടോണ്ട് വന്നിരിക്കും. മീനോടു കൈവഴിയിലുന്മാദം താവിടുമലങ്കാര കല്ലോലമാ. നീയോടു കൈവഴിയിലുന്മാദം താവിടുമലങ്കാര കല്ലോലമാ. രാജാഗണങ്ങൾക്ക് സമ്മോഹനം പോലെ മന്ദമോടു ഒരു കഥയിലവൾ മഞ്ജീരമായി നിശാഗന്ധീതം കൈവല്യമായി രാജമായി മന്ദമോടു ഒരു കഥയിലവൾ നിലാപ്പൂക്കൾ നിശാഗന്ധീതം കൈവല്യമായി രാജമായി ഇതൊക്കെ ഒരു കേട്ടിട്ടുണ്ടാവും അറിഞ്ഞോ. കാര്യം കുറച്ച് പുതിയ കുഞ്ഞുങ്ങൾ കേൾക്കാൻ ചാൻസ് ഇല്ല. എന്നാലും ഉഗ്രം പാട്ടാണ്. കുറച്ച് വെള്ളം കുടിച്ചിട്ട് പാടി. എത്ര പാട്ടുകൾ ഇത് നോക്കുമ്പോൾ സമ്പുഷ്ടമാണ് നമ്മുടെ മലയാള സിനിമ സംഗീത ശാഖ.
ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഈ നമ്മളിന്ന് നാടോടുമ്പോൾ നടുവേ ഓടുമെന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ കുറേ പേര് ഓടുന്നുണ്ട്. ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ ഓടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അത് ഇപ്പോഴും ഈ നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി, റിയാലിറ്റി ഷോകളിലൊക്കെ നല്ല പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പഴയത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. സത്യമാണ്. ഇപ്പം നല്ല പാട്ടുകൾ ഇറങ്ങുന്നില്ലെന്നല്ല. അന്നൊക്കെ പണ്ടത്തെ കാലത്ത് 100 പാട്ടിറങ്ങിയ 90 പാട്ടുകൾ നല്ലതാണ്. അതൊരു 10 പാട്ടേ ഉള്ളൂ, ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പോൾ 90 പാട്ടും ഓക്കെയാണ്, മറ്റേ 10 പാട്ടുകൾ നല്ലത്. അപ്പം അങ്ങനെയുള്ള ഈ പറഞ്ഞ 100-90 പാട്ടുകളുള്ള പാട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് ക്ഷമിക്കാം, വേറെ മാർഗമില്ല, ജീവിക്കണം. നമ്മളൊക്കെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് വലിയ വരുന്നതെന്ന് പറഞ്ഞൊരു യജ്ഞമാണ്, ഒരു പ്രസവം പോലെ തന്നെയാണ്. അമ്മമാരെ താഴ്ത്തിക്കെട്ടുകയല്ല കേട്ടോ. എന്നാൽ അത്ര വേദനയുണ്ട് നമുക്ക് ഓരോ ചെയ്ത്. ഒരു കമ്പോസർ എന്ന് പറയുമ്പോൾ ഇത് ഫൈനൽ ഔട്ട് കൊടുക്കുന്നവർ നമ്മുടെ തല തന്നെ അവിടെ കിടന്നു കൊടുക്കണം. പ്രകാശന് അറിയാവുന്ന അറിഞ്ഞൂടാ. അല്ല, ഏതെങ്കിലും ഒന്ന് പറയണം, ആണായിട്ട് ജീവിക്കണം. ആ വിജയം ശരിയാണ് ജീവിക്കുന്നത്. കരളിൻ കിളിമരത്തിൽ കാണാത്ത കൂട് കെട്ടി കവിത പാടി കളിയാക്കും കിളിമകൾ. കരളിൻ കിളിമരത്തിൽ കാണാത്ത കൂട് കെട്ടി കവിത പാടി കളിയാക്കും കിളിമകൾ. കളിവീടാകരുടെ ഹൃദയം, കളിവീടാകരുടെ ഹൃദയം. കരളിൻ കിളിമരത്തിൽ കാണാത്ത കൂട് കെട്ടി കവിത പാടി കളിയാക്കും കിളിമകൾ. കൊത്തി രസിക്കലേ കാത്തിരിക്കും കമ്പുകളിൽ കണ്ണീരിൻ പാടുകളിൽ കൂർത്ത ചുണ്ടുകളാ കൊത്തി രസിക്കലേ പാട്ടിൽ ചോര കരളിൻ കിളിമരത്തിൽ കാണാത്ത കൂട് കെട്ടി കവിത പാടി കളിയാക്കും കിളിമകളെ.
വന്നു നിന്നു തീച്ചൂട തീർത്തിടുമ്പോ താഴെ വീഴേ നിൻ സദനം കരളിൻ കിളിമരത്തിൽ കാണാത്തൂരു കിട്ടി കവിത പാടി കളിയാക്കും കിളിമരേ കളിവീടാക്കരുതേ എൻ ഹൃദയം കളിവീടാക്കരുതേ എൻ ഹൃദയം എല്ലാം കായാണ് കരളിൽ അല്ലേ അതൊക്കെ വേണം വേണ്ടേ തുടങ്ങണോ അത് വേണ്ട. ഈ വൈകിയ വേളയിൽ വേണ്ട. പ്രകാശിന് ഇനി ഒരു റൊമാൻസിന് ബാല്യമില്ല. ഒരു ഉഗ്രം പാട്ട്. ഈ പാട്ടൊക്കെ എന്താ പറയുന്നത്, മലയാളം ഉള്ളിടത്തോളം കാലം ഞാൻ ഒരിക്കലും പറയത്തില്ല ഈ ഭൂമി ഉള്ളിടത്തോളം കാലം. കാരണം നമ്മുടെയൊക്കെ കാര്യം ആ മനസ്സിനകത്തങ്ങ് കയറി ഒട്ടിപ്പിടിച്ച് ഇനി ഇരിക്കുകയാണ് ആ പാട്ടൊക്കെ. എത്ര വർഷമായിട്ട് ഇപ്പോഴും അതിന് ആ പുതുമയാണ്. പ്രണയം, സത്യസന്ധമായ പ്രണയം സൂക്ഷിക്കുന്നവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഇതിനും പാട്ടാണ്. ഹേമന്തയാലിനി തൻ പൊൻവിളക്ക് പുലിയാറാ മാകന്ദശാഖികളിൽ രാഗിളികൾ മയങ്ങ താമസമില്ലേ വരുവാൻ പ്രാണസഖി താമസമില്ലേ പ്രേമമായി എൻ്റെ താമസമില്ലേ തളിർമരവിളക്കി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ പൂജോലക്കടവിൽ നിന്റെ പാദസരങ്ങൾ
പാദസരം കുലുങ്ങിയല്ലോ പാലൊഴി ചന്ദ്രികയിൽ പാലൊഴി ചന്ദ്രികയിൽ നിൻമന്ദഹാസം കണ്ടുവല്ലോ പാതിരാകാറ്റിൽ നിന്റെ പാതിരാകാറ്റിൽ നിന്റെ പട്ടുരുമാകിയല്ലോ താമസമിന്റെ വരുവാൻ പ്രാണസഖി എന്റെ താമസമിന്റെ അണ്ണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ താമസമിന്റെ ഞാനൊരു പാമരന പാട്ടുകാരൻ പ്രാണസഖി ഞാനൊരു പാമരന പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ
എങ്കിലും എങ്കിലും എന്നോ മലാകും താമസിക്കാൻ തങ്കക്ക് മക്കൾ കൊണ്ടൊരു താജമഹൽ ഉയർത്താം മായാത്ത ചൊടിയിലും മൗനം ഭൂമി ദേവി തന്നാത്മാവിൽ മൗനം ഭൂമിൻ ചൊടിയിലും മൗനം ഭൂമി ദേവി തന്നാത്മാവിൽ മൗനം വിണ്ണിന്റെ കണ്ണുനീർ തുള്ളിയും കൊച്ചു മന്ത്രിച്ചുണ്ടിരും എന്റെ മൺവീണയിൽ കൂടെ മൗനം പറന്നു പാടാൻ മറന്നൊരു പാട്ടിലേക്കണം പാടി ഇതന്നെ ഇഷ്ടംപോലെ പാട്ടുകൾ കേട്ടോ. ഒന്നത് ഇത് വേറെ ഏതാണ്ട് പാട്ടൊക്കെ ഓർമ്മ നിന്നോർമ്മ പുഞ്ചിരിച്ചു ഇന്നുമെന്റെ കണ്ണുനീരെ നിന്നോർമ്മ പുഞ്ചിരിച്ചു ഈറൻ മുകിൽ മാലകളിൽ
സ്വർണ്ണമൽകീർത്തമാടും നാളെയുമീ പൂവനത്തിൽ തെന്നൽ കൈ ചേർത്തു വയ്ക്കും പൂക്കൂന പൊൻപണം പോ നിൻ പ്രണയ പൂകരിഞ്ഞ പൂക്കൊടികൾ ചിറകിലേന്തി എന്റെ ഗാനപ്പൂക്കുത്തികൾ നിന്നധരം തേടി വരും ഇന്നുമെന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഞാനിപ്പൂവൻ വാഴത്തുകൾ തേപ്പാടിയുള്ള ചിരുമ്പോ രാഗമാലയാക്കി വരും കാറ്റിനെ കഴുകുമല്ലോ ഇന്നുമെന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഇടംപുകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നുമെന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. പ്രകാശം ഞാൻ ആലോചിക്കുന്നത് ആ എഴുതിയേക്കുന്നത് ഇന്നും എൻ്റെ കണ്ണുനീരിൽ ഇപ്പം ഞാൻ കരയുകയാണെങ്കിൽ പോലും അതിലും നിന്നെ ഓർമ്മ പുഞ്ചിരിച്ചു. ഇതിൽ കൂടുന്നത് എന്താണ് യഥാർത്ഥ പ്രേമം? ഓട്ടെ പ്രകാശം, വിഷമിക്കണ്ട കേട്ടോ, എന്തെങ്കിലും ആരെങ്കിലും കിട്ടും. അല്ല, ഞാൻ രവീന്ദ്ര മാഷെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വർക്കുകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യുകയും പ്രോഗ്രാം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മാനെ മലരൻപൻ വളർത്തുന്ന കന്നിമാനെ, അതൊക്കെ ഞാനിരുന്ന് വായിച്ചതാണ്. പിന്നെ നമ്മുടെ ആകാശത്താമര പോലെ, അത് പിന്നെ വേറെ കുറേ പാട്ടുകളുണ്ട്, നിങ്ങൾ അറിയാത്ത കുറച്ച് പാട്ടുകളും കൂടെ രവീന്ദ്രൻ മാഷിന് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓർമ്മകൾ ഒന്നുമില്ല. അദ്ദേഹം രവീന്ദ്രൻ മാഷ് എന്നോട് നിങ്ങളറിയുന്ന ഒരു മാഷല്ല, അദ്ദേഹം വളരെ ഒരു സാധുവായ, അദ്ദേഹത്തിന് ഈ മാസം 10,000 രൂപയോ ചിലവുണ്ടെങ്കിൽ അദ്ദേഹം ഒരു 2 ലക്ഷം രൂപ എവിടെയെങ്കിലുമൊക്കെ മറിച്ചിട്ട് അതങ്ങ് ചിലവാക്കും. അത് കടവും ആകെപ്പാടെ പ്രശ്നമാണ്. മാഷ് വെറും പാവമാണ് കേട്ടോ, ഇന്ന് ആളുകളെ പറ്റിക്കുക അങ്ങനെയൊന്നും ഇല്ല, അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. അപ്പോൾ ഈ ഉള്ള മാർവാടികളുടെ ഇതിനൊക്കെ കടം മേടിച്ചിട്ട് അദ്ദേഹത്തിന് വയ്യാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ്, നിങ്ങൾക്കറിയാം, 6-ാം തമ്പുരാൻ എന്നുള്ള ഫിലിമിൽ സന്തതം സുമശൻ, അത് ദാസേട്ടനൊരു വേർഷൻ വേണം എന്ന് പറഞ്ഞിട്ട് അതിൽ ലിറിക്ക് ഒരു കൊറിയർ വരിക എന്തോ ചെയ്ത് അതും കൊണ്ട് മാഷി ഞാൻ അകത്ത്. അപ്പോൾ എന്നെ വിളിച്ചിരുന്നു, മോനെ വാടാ, ഒരു പാട്ടിയാണ്, നീ പെട്ടെന്ന് ചെയ്യുന്നു, നമ്മളെന്തെങ്കിലും കുത്തി പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ ബ്രദറും വന്നു. നമുക്കൊരു കീബോർഡ്, അവനൊരു ഋതം ബോക്സ്, അത്രേ ഉള്ളൂ. ഞങ്ങൾ വന്നപ്പോഴും ഈ ആളുകൾ കുറേ നിൽക്കുന്ന, വീട്ടിന് വെളി വളപ്പിൽ നിൽക്കുന്ന മാർവാടി അവരൊക്കെ ഏതാണ്ടൊക്കെ ആളുടെ രവീന്ദ്ര മാഷിൻ്റെ വാല്യൂ കടം കൊടുക്കുന്നവന്മാർക്ക് അറിഞ്ഞുകൊണ്ടല്ലോ ആരാണ് പോകിയത്, ആംബുലൻസാണോ? അപ്പോൾ അത് എൻ്റെ വാല്യൂ അറിഞ്ഞൂടാ. അപ്പോൾ അവരിപ്പോൾ വന്ന് പോനെ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ ഭയങ്കര പ്രശ്നം. എനിക്കാണെങ്കിൽ വലിയ വിഷമം. രവീന്ദ്ര മാഷിനെ കണ്ടാൽ ഒരു ലുങ്കി മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
കൊടുത്തിട്ട് ഇതും കൊണ്ട് ഞാൻ പറഞ്ഞു മാഷെ ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം, മാഷെ സമാധാനം ഇല്ലടാ, ഇതൊക്കെ നടക്കുമ്പോൾ നീ ഇരിക്കും. ഇത് കയ്യിലെടുത്ത് വെച്ചിട്ട് അതേ ഒന്ന് പാടി ഇതിലെടുത്ത് വെച്ചിട്ട് അതിന് വേറെ അടിപൊളിയുള്ളത് ഒറ്റ പാട്ട്. എനിക്ക് ഞാനിത് നൊട്ടേറ്റ് ചെയ്യാൻ പെട്ട പാട്. കാര്യം എനിക്ക് കരച്ചിൽ വന്നിട്ട് എൻ്റെ കണ്ണുനീർ ഒഴിഞ്ഞു. കാര്യം അത്ര ഫ്ലോ. ഇത് നിവർത്തിയില്ല. അദ്ദേഹത്തിന് വരെ അദ്ദേഹം മാത്രമേ ഉള്ളൂ കേട്ടോ, അങ്ങനെ ഒരു കമ്പോസർ. ഇത് ഒന്ന് ചുമ്മാങ്കിലും എടുത്തിട്ട് ഒന്ന് വായിച്ചിട്ട് നോക്കട്ടെ, അതൊന്നും ഇല്ലല്ലോ. അങ്ങ് എടുത്തു വെച്ചൊക്കെ പാടി. ഈ ടെൻഷനൊക്കെ അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കാലിറ്റിയിലേക്ക് ഇങ്ങോട്ടും തിരിച്ചു വിട്ടു. ആ പാട്ട് എന്നിട്ട് പിന്നെ പാട്ട് സന്തതം സന്തതം സുമശരം സായകം മയക്കുന്നു മാതതാപം സഹിയാഞ്ഞു മാനസം സുരങ്ങിടുന്നു രാസലോരംഗമാകാന്തൻ നിന്മനോരഥമേറി രാസകേളി പുഞ്ചത്തിൽ വന്നു ചേരും നേരമായി സന്തതം പാടുകയാണ്. പൂത്തു നിൽക്കും ആനന്ദത്തിൽ കോകിലങ്ങൾ പാടിയിടുന്നു ചെണ്ടു തോറും പൊൻവണ്ടേതോ രാഗവും മൂളിയിടുന്നു വേണി ബന്ധമഴിഞ്ഞും കളവ് പാണികളിൽ വളകൾ പിടഞ്ഞും പ്രീളാവിവശം നിൽക്കുകയാണി ഗോപീഹൃദന്തവസന്തപരംഗം അംഗരാഗം കുതിർന്ന മാറിയെന്തോ തൊടുമ്പുന്നു. ഇതൊക്കെ അത് ഞങ്ങൾ പാടുകയാണ് കേട്ടോ. അത് നമുക്ക് നേരിട്ട് കേൾക്കുമ്പോഴേ വല്ലാത്ത ഒന്നാമത് ഈ അവസ്ഥ. പുറത്തുള്ള മാർവാടികളും അകത്ത് ഈ ശുദ്ധ സംഗീതവും രണ്ടും കൂടി ഒരു ചേർച്ചയില്ല. പക്ഷെ എങ്കിലും അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി സ്വാമി ലെറ്റർ എഴുതി കൊടുത്താൽ ബഹുമാനപ്പെട്ട ദക്ഷിണാമൂർത്തി സ്വാമി ബഹുമാനപ്പെട്ട ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞ് പാടാം. അദ്ദേഹം കമ്പോസ് ചെയ്യും ലെറ്ററൊക്കെ കൊടുത്താൽ. മഹാരഥന്മാർ അതിൻ്റെ ഇടയ്ക്ക് നമ്മളും കമ്പോസ് ചെയ്യുന്നു കേട്ടോ. അതാണ് എൻ്റെ പ്രകാശുള്ളേ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് അയിലത്തുകാരനെ നോക്കുന്നത്. അപ്പോൾ പാട്ട് നോക്കിയാണ് ശരി. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെടില്ല എൻ്റെ നെഞ്ചിനോട് അടുത്ത് നിൽക്കുന്ന പാട്ടുകാരൻ. വേറെ ആരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ. അദ്ദേഹത്തിന് വരെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ബാക്കി പല പാട്ടുകാർക്കും ഇവിടെ അതുപോലെ അധികരിച്ച് പാടുന്നത് അസൈൻ തന്നെ എത്ര പേരുണ്ട്. ഇദ്ദേഹത്തിന് ആരുമില്ല കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ്, പിന്നെ അക്ഷരം പറയുന്നതൊക്കെ ജയേട്ടൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ്. പിന്നെ അദ്ദേഹം സംസാരിക്കുന്നത് സരസനാണ്. പിന്നെ ഈ ചില കാര്യങ്ങൾ ഒരാവശ്യമില്ലാതൊക്കെ ചിലപ്പോൾ അവർ തുറത്ത് പറഞ്ഞ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തിനാ ആവശ്യമില്ലല്ലോ ഇല്ലടാ ഇത് ഞാൻ പറഞ്ഞാലും പിന്നെ ആര് പറയാനാണ് ചേട്ടൻ അങ്ങനെ. ഇപ്പോൾ എനിക്ക് കുറേ അടുത്ത് നിൽക്കുന്നത് എനിക്കും ചേട്ടൻ പാടിയിട്ടുണ്ട്, കുറേ പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ദൈവാദികളോട് നിങ്ങൾക്ക് ആർക്കും അത് അറിഞ്ഞു. എനിക്ക് നല്ല 2 ആൽബം പാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹരിവരാസനം ഉറക്കുപാട്ടാണ് അയ്യപ്പൻ. ഒരു ഉണർത്ത് പാട്ട് യോഗേഷ് സ്വാമി രചിച്ച് ഒരു ഉണർത്ത് പാട്ടുണ്ട്. അത് ജയേട്ടനാണ് പാടിയിട്ടുണ്ട്, രാഗമാണ് ഞാനാണ് ചെയ്തത്. ഒരു 45 മിനിറ്റ് ഉണ്ട്. അതൊന്ന് പുറത്തിറങ്ങിയിട്ട് ദൈവമേ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ജയേട്ടന് വേണ്ടി, നമ്മുടെ ജയേട്ടന് വേണ്ടി ഒരു ഉഗ്രം പാട്ട്. സന്ധ്യക്കെന്തിനു സിന്ദൂരം ചന്ദ്രികക്കെന്തിനു വൈരൂരം കാട്ടാറിനെന്തിനു പാദസരം മണിക്കെന്തിനാഭരണം സന്ധ്യക്കെന്തിനു സിന്ദൂരം ചന്ദ്രികക്കെന്തിനു വൈരൂരം കാട്ടാറിനെന്തിനു പാദസരം
മധുരമാകും മന്ദസ്മിതത്തിൻ്റെ മാനത്തറിയുന്നവരുണ്ടോ തങ്കമേ തങ്കമേ മേനി കണ്ടാൽ കുതിക്കാത്ത തങ്കവും വൈരവുമുണ്ടോ സന്ധ്യക്കെന്തിനു ദൂരം ചന്ദ്രികക്കെന്തിനു വൈദൂര്യം കാട്ടാറിനെന്തിനു മാനസരം എന്നടിക്കെന്തിനാഭരണം സന്ധ്യക്കെന്തിനു സിന്ദൂരം സ്വർഗത്തിൻ ചിത്രം വരയ്ക്കുന്നു കാമുകനായ വസന്തം ഭൂമിയിൽ സ്വർഗത്തിൻ ചിത്രം വരയ്ക്കുന്നു കാമുകനായ വസന്തം